ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ എൻ്റെ വീഡിയോ എല്ലാം സ്പെഷ്യലാണല്ലോ. അപ്പോൾ ഇന്നത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഈ ഒരു ജോബ് ഫീൽഡിൽ ജോലിക്ക് കയറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷമൊക്കെ ആവാൻ പോകുന്നു. അപ്പോൾ ഈ 2 വർഷമായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന അമ്മയാണ്. എനിക്ക് രാവിലെ കാപ്പി ഉണ്ടാക്കി തരുന്നതും ചോറുണ്ടാക്കി തരുന്നതും എൻ്റെ തുണി നനയ്ക്കുന്നത് അങ്ങനെ A to Z കാര്യങ്ങൾ എൻ്റെ A to Z കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ എൻ്റെ അമ്മയാണ്. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഒരു ദിവസം ഒന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസത്തെ എന്തൊക്കെ ജോലികളുണ്ട് അല്ലെങ്കിൽ ഒരു വീട്ടിൽ എന്തൊക്കെ പണികളുള്ളതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കണത്. അങ്ങനെ ഇന്ന് അത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയൊരു ദിവസമായിരുന്നു. ഈ ഒരു ഭാഗ്യം ഒരിക്കലും കിട്ടരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഇന്നൊരു ദിവസം അമ്മയ്ക്ക് ഒരു ദിവസം വയ്യായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ലീവ് എടുത്തു. വീട്ടിലെ കാര്യങ്ങൾ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് രാവിലെ തുടങ്ങി. രാവിലെ അടുക്കളയിൽ കയറിയ ഞാൻ 7-8 മണിയായെന്ന് തോന്നുന്നു എൻ്റെ മുറി ഒന്ന് കണ്ടിട്ട്. അപ്പം അങ്ങനെ കുറച്ച് പണിയുണ്ടായിരുന്നു. ഏറ്റവും വലിയ പണിയായിട്ട് എനിക്ക് തോന്നിയത് മെയിൻ കാര്യം ഈ അടുപ്പ് കത്തിക്കുന്നത്. ഈ അമ്മമാര് കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഉണർന്നോ കാര്യങ്ങളോ നോക്കാൻ വേണ്ടി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഞാൻ ഓരോ ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്ത് അയ്യോ എൻ്റെ അടുപ്പ് കെട്ടോ അടുപ്പ് അണഞ്ഞോ എന്നിങ്ങനെ ഞാൻ തിരിഞ്ഞ് നോക്കുന്നത്. അത് കത്തിക്കാനായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ അമ്മ പെട്ട പാട് മുഴുവനും. മഴ സമയം കൂടെ ആയതുകൊണ്ട് വിറകൊക്കെ നനഞ്ഞിരിക്കില്ലേ എങ്ങനെ ഒപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ എൻ്റെ തുണിയൊക്കെ മുക്കി വെച്ചിട്ട് ഞാൻ കഞ്ഞിക്ക് ചോറിനൊക്കെ വെച്ചിട്ട് ഞാൻ ഗ്യാസിൻ്റെ പുറം എനിക്കാണെങ്കിൽ എന്തോന്ന് പറയണമെന്ന് ഗ്യാസിൻ്റെ പുറമൊക്കെ ഇങ്ങനെ അഴുക്കായി കിടക്കായിരുന്നു. അതിനെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. ഇടയ്ക്കിടയ്ക്ക് കൊച്ചിനെ പോയി നോക്കണം, ഇല്ലെങ്കിൽ അണഞ്ഞു പോയാൽ എന്ത് ചെയ്യും. അങ്ങനെ അതൊക്കെ. അപ്പോൾ ഈ തീ കത്തിക്കാൻ എന്ത് പാടുപെട്ട പണിയാണ്. ഞാൻ ഇതിനൊരു പുതിയ യന്ത്രം വല്ലതും കണ്ടുപിടിക്കണം തീ കത്തിക്കാൻ വേണ്ടിയിട്ട്. ഈ ആരോ ഉണ്ടല്ലോ ഈ തീ കണ്ടുപിടിച്ചത് ആരാണ്? ആദിവാസികളോ? ഇവരാണ് തീ കണ്ടുപിടിച്ചത്. തീ എന്തിനു കണ്ടുപിടിച്ചത്? അയ്യോ ഗ്യാസൊക്കെ മതിയായിരുന്നു. അങ്ങനെ എന്നിട്ട് അതിനുശേഷം എന്ത് കറിയാണെന്ന് മാത്രം ചോദിക്കരുത്. ഞാൻ എൻ്റെ യൂട്യൂബ് ലോകത്ത് നിന്ന് കണ്ടുപിടിച്ചൊരു വെറൈറ്റി കറി ഒക്കെ. അപ്പം ഒരു കത്തിരിക്കയും സവാളയും തക്കാളിയും എടുത്തിട്ട് ഞാൻ അരിയാണ്. തക്കാളി ഇതിന് തന്നെ അപ്പം ഞാൻ എന്തോ ഒരു കറി, പേരൊന്നും ചോദിക്കരുത്, എന്തോ എനിക്ക് തോന്നിയൊരു കറി. അപ്പം ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിമ്പിളാണ്, കറികളൊക്കെ സിമ്പിളാണ് കേട്ടോ. ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ ഇത് 2 എപ്പിസോഡായിട്ട് എനിക്ക് ഇടാൻ പറ്റുള്ളൂ. ഒരു ദിവസത്തെ പണി മൊത്തം എനിക്ക് 3 മിനിറ്റിനകത്ത് ഒതുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ തന്നെ നാളെ സമയത്ത് കാണണം ഞാൻ ചെയ്യുന്ന ജോലികൾ, അതുകൊണ്ട് അപ്ലോഡ് ചെയ്തതാണ്. ഓക്കെ. അപ്പം പിന്നെ നമ്മൾ നോർമലി തക്കാളി അരിയുമ്പോൾ തക്കാളി കഴിക്കുകയും വേണം. ബാക്കി വന്ന വേസ്റ്റ് നമ്മൾ എവിടെ കളയണം? കണ്ടവൻ്റെ പറമ്പിൽ. അത് എനിക്ക് പിന്നെ പണ്ടേ അങ്ങനെയാണ്. അപ്പുറത്ത് പറമ്പ് ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചിട്ടാണ് നിൻ്റെ വീടിൻ്റെ 4 സൈഡും പ്രകൃതി രമണീയമാണല്ലേ, വാഴ റബ്ബറൊക്കെ ആണല്ലോ എന്ന്. കണ്ടവൻ്റെ റബ്ബർ ഉള്ളപ്പോൾ പിന്നെ നമ്മൾ വേസ്റ്റ് എന്തിനാണ് നമ്മളെ വീട്ടിലിടുന്നത്? ഇപ്പോൾ അപ്പുറത്ത് ഓർഡർ മാമ കേൾക്കുന്നുണ്ട്.